ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് ബ്രോക്കോളി തോരനാണ്. അപ്പോൾ അതിന് വേണ്ടി ബ്രോക്കോളി ഇങ്ങനെ കുറച്ച് അരിഞ്ഞ് ഇങ്ങനെ കഷ്ണം പോലെ, അത്ര വലിയ കഷ്ണമൊന്നും വേണ്ട, നമ്മളിത് വേവിക്കാൻ പോവുക. അപ്പോൾ അങ്ങനെ അരിഞ്ഞൊരു പാത്രത്തിലിട്ടു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചു. കാരണം അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ അങ്ങ് ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു, അതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയും, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് ഇത് വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ വേവിച്ച ബ്രോക്കോളിയാണ് ഇരിക്കുന്നത്. ഒരു ഞെങ്ങുന്ന പരുവം, അതായത് ബ്രോക്കോളി സാധാരണ ഇങ്ങനെ കുറച്ച് കരാന്നല്ലേ ഇരിക്കണേ. ആ പാകം വിട്ട് ഒരു ഞെങ്ങുന്ന ഇത്. ഓക്കെ, ആദ്യമേ തന്നെ പറയട്ടെ, ബ്രോക്കോളി ഒരു സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ്, ഒരു പച്ചക്ക് കഴിക്കുന്നതാണ് ഹെൽത്തി. ഇതത്ര ഹെൽത്തി അല്ല. പക്ഷേ എനിക്ക് ഈ തോരൻ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരിക നാട്ടിലത്തെ നമ്മുടെ ഇടിയൻ ചക്കയില്ലേ, അതായത് ചക്കയുടെ കുഞ്ഞ്, അതിന് തോരൻ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ടേസ്റ്റാണ് എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ അത്യധികം ചൂടായി. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാൻ തീ കുറച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് നീക്കി വെക്കട്ടെ ഈ പാൻ, കാരണം ഇത് ഭയങ്കരമായിട്ട് ചൂടായി. അതിനകത്തോട്ട് നമ്മൾ സാധാരണ ഉള്ള കടുകും ജീരകവും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് പൊട്ടാൻ സമ്മതിക്കാം. അങ്ങനെ ഇത് ആവശ്യത്തിന് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു സവാളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഒരു സവാള ചെറുതാക്കി കുനുകുനാന്ന് അരിയുക, അത് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് സൗണ്ടാണ് പറഞ്ഞിട്ട്, ഞാൻ ഒറ്റയ്ക്കാണ് ക്യാമറ പിടിക്കണം ഇതെല്ലാം. ഓക്കെ, അതിടുക. അതിനൊന്ന് ട്രാൻസ്പെറൻ്റായിട്ട് ആവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം. സവാള ഇപ്പോൾ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അധികം വെട്ടമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറച്ച് ട്രാൻസ്പാരൻ്റായിട്ട് നമുക്ക് അറിയാമല്ലോ, ഒരു വഴന്ന് വന്ന് അതിനകത്തോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഇടേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ പക്ഷേ കുറച്ച് ഇങ്ങനെ ഇടാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നമ്മൾ ടേസ്റ്റിന് ഇതാക്കിയിട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല, പിന്നത്തെ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് മനസ്സിലാവില്ല. അങ്ങനെ ശീലിച്ചാൽ മതി. ഓക്കെ, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം, ഉള്ളി വഴറ്റാൻ ഇടുമ്പോൾ. ഞാൻ അത് ചേർക്കുന്നില്ല, മുളക് ഉപയോഗിക്കുന്നില്ല അധികം. സോ ഇത് നല്ലോണം ഒന്ന് വഴറ്റി ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരുമാതിരി പച്ചമണം മാറണ വരെ വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്. അങ്ങനെ നമ്മൾ തേങ്ങ അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റിയെടുത്ത് ആ മഞ്ഞളുടെയൊക്കെ നിറം തേങ്ങയിലൊന്ന് പിടിക്കുമല്ലോ, അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണ ബ്രോക്കോളി ഇതിനകത്തോട്ട് ഇടാം. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങുന്നത്. കാരണം നമ്മളിതിനെ കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ അതുപോലെ നല്ല പോലെ അങ്ങ് ഉടയ്ക്കാം. അങ്ങനെ ഞാൻ ആ ബ്രോക്കോളീനെ മൊത്തം ഉടച്ച് ഈ പരുവത്തിൽ, അതായത് ഒരു തോരൻ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ
ബ്രോക്കോളി വേവിക്കുക, ഉപ്പ് മഞ്ഞളിട്ട് അതൊരു ഞങ്ങള പരുവൊക്കെ ആകുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് കടുകും ജീരകവും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് സവാള ഇടുക. സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങ ഇടുക. അരമുറി തേങ്ങ, അരമുറി വേണമെന്നില്ല, എന്നാലും തേങ്ങയുടെ ടേസ്റ്റ് കൂടും, തേങ്ങ ഇടുക. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി ഒന്ന് വഴണ്ട് വരുമ്പോൾ ബ്രോക്കോളി ഇടുക, ഉടയ്ക്കുക, ഉപ്പിട്ട് നോക്കുക, ഉപ്പിടുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സോ അങ്ങനെ നമ്മുടെ സിമ്പിൾ ബ്രോക്കോളി തോരൻ റെഡിയായി.